സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കെഎസ്ആർടിസിക്ക് കരിമണൽ കമ്പനിയായ സിഎംആർഎല്ലിലുള്ള ഓഹരി പങ്കാളിത്തം കൂടുതൽ വിവാദത്തിലേക്ക് പോവുകയാണ്. സിഎംആർഎൽ കമ്പനിയും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ മുഖ്യമന്ത്രിക്കും പങ്കുണ്ടെന്ന സൂചനയാണ് കേന്ദ്ര ഏജൻസിയായ ആർഒസിയുടെ റിപ്പോർട്ടിലുള്ളത്. സിഎംആർഎല്ലിനെ പരോക്ഷമായി സഹായിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വിവരങ്ങളുമായി എം കെ വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഈ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണം എന്നുള്ള രീതിയിൽ ഒരു ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ഒരു ദിവസം തൊട്ട് ഇങ്ങോട്ട് വരുന്ന വാർത്തകളെല്ലാം ഞെട്ടിക്കുന്നതാണ്. ഈ ആർഒസിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കെഎസ്ആർടിസി എക്സാലോജിക്കൊന്നും കൃത്യമായ മറുപടി നൽകില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ തന്നെ ഇത്രത്തോളം ഞെട്ടിക്കുന്നതാകുമ്പോൾ ഇനി അങ്ങോട്ട് രാഷ്ട്രീയ കേരളം എങ്ങനെയായിരിക്കും ഈ ഒരു വിഷയങ്ങളെ നോക്കി കാണുക എന്നുള്ളതാണ്. കാരണം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്ക് തമ്മിലുള്ള ഇടപാടിൽ സിഎംആർഎല്ലും തമ്മിലുള്ള ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്നുള്ളത്. മുഖ്യമന്ത്രിക്ക് എക്സാലോജിക്കിൽ നേരിട്ട് ഇടപാടുണ്ട്, സിഎംആർഎൽ പരോക്ഷ നിയന്ത്രണവും ഉണ്ട് എന്ന സൂചന കേന്ദ്ര ഏജൻസിയായ ആർഒസിയുടെ റിപ്പോർട്ടിൽ ഉള്ളത്. അതിനെ എങ്ങനെ നോക്കിക്കാണും? തീർച്ചയായും കേന്ദ്ര ഏജൻസിയായ രജിസ്ട്രാർ ഓഫ് കമ്പനി അവരുടെ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് സിഎംആർഎൽ കമ്പനിയുമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്ക് കരാറിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ അവർ തമ്മിലാണ് മാസപ്പടി ഇടപാടുകളെല്ലാം നടക്കുന്നത്. ഈ സിഎംആർഎല്ലുമായി സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ കെഎസ്ഐഡിസി, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അത് സർക്കാരിൻ്റെ വ്യവസായ വകുപ്പിന് കീഴിൽ വരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ആ സ്ഥാപനവും സിഎംആർഎല്ലുമായി ബന്ധമുണ്ട്. അതായത് സിഎംആറിൽ കെഎസ്ഐഡിസിക്ക് ഓഹരി പങ്കാളിത്തമുണ്ട്. 13.4% ഓഹരി പങ്കാളിത്തമുള്ള കെഎസ്ഐഡിസിയുടെ പ്രധാനപ്പെട്ട സ്വകാര്യ കമ്പനികളിലൊന്നാണ് ഈ പറയുന്ന സിഎംആർഎൽ. ഈ സിഎംആർഎല്ലുമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അവരുടെ കമ്പനിയായ എക്സാലോജിക്ക് എന്ന് പറയുന്ന ഡാറ്റാ ബേസ്ഡ് കമ്പനി, അവരുമായിട്ടാണ് ഇടപാടുകൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമാണ് മുഖ്യമന്ത്രിക്ക് സിഎംആറിൽ ഒരു നിയന്ത്രണം വരുന്നത് സ്വാഭാവികമാണ്. കാരണം സിഎംആറിലുമായി സർക്കാർ സ്ഥാപനമായ കെഎസ്ഐഡിസി ഓഹരി ഇടപാടുകളെല്ലാം നടത്തുന്ന സ്ഥാപനമാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് അവിടെ ബന്ധമുണ്ട്. മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള ആളുകളാണ് സിഎംആറിൻ്റെ ബോർഡിലൊക്കെ വരിക. അത്തരത്തിലുള്ള ബന്ധമുള്ള ഒരു കമ്പനിയുമായി മുഖ്യമന്ത്രിയുടെ മകൾ ഇടപാടുകൾ നടത്തുമ്പോൾ സ്വാഭാവികമായും അതിൽ മുഖ്യമന്ത്രിക്കും പങ്കുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ആർഒസി തങ്ങളുടെ റിപ്പോർട്ടിൽ മുമ്പോട്ട് വെക്കുന്നത്. പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ നിഷേധിക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രിക്ക് യാതൊരു ബന്ധവുമില്ല. കെഎസ്ഐഡിസി എന്ന് പറയുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അവർ റിപ്പോർട്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രിക്കല്ല. അതേപോലെ തന്നെ സിഎംആർഎൽ എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിയാണ്. അവിടെ തൻ്റെ അച്ഛന് ആ കമ്പനിയുമായി ഒരു ബന്ധവുമില്ല എന്നൊക്കെയുള്ള മറുപടി വീണ വിജയൻ ആർഒസിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ആർഒസി ഈ മറുപടി വിശ്വസിക്കാൻ തയ്യാറല്ല. ഇത്തരത്തിലുള്ള ഇടപാടുകൾ സ്വാഭാവികമായി നടന്നു കഴിയുമ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ഒരു സ്വകാര്യ കമ്പനി നടത്തിയിട്ടുള്ള ഇടപാടിൽ സ്വാഭാവികമായും ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യം ആർഒസി ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയാണ്. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള യാതൊരു വ്യക്തമായ രേഖകളും അവർ നൽകിയിട്ടില്ല. സിഎംആർഎല്ലുമായി എന്തെല്ലാം തരത്തിലുള്ള ഇടപാടുകളാണ് നടത്തിയിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഒരു രേഖയും വീണ വിജയൻ നൽകിയിട്ടില്ല. 55 ലക്ഷം രൂപ സിഎംആറിൽ നിന്നും വീണ വിജയൻ കൈപ്പറ്റിയിട്ടുണ്ട്. ഇത് എന്തിൻ്റെ പേരിൽ കൈപ്പറ്റി, ഈ പണം എവിടെ, എന്തിനാണ് ഈ പണം നൽകിയത് തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി വീണ വിജയൻ നൽകിയിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായും ഇത് ആർഒസി എന്ന് പറയുന്നത് നമുക്കറിയാം രജിസ്ട്രാർഡ് ഓഫ് കമ്പനി, അവർക്ക് ഇത്തരം കമ്പനികളുടെ വിവരങ്ങൾ തേടാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് ഇത്തരം വിവരങ്ങൾ കൈമാറാതെ ഇരുന്നാൽ വലിയ പിഴ ചുമത്താം, അല്ലെങ്കിൽ തടവ് ശിക്ഷ വരെ നൽകാൻ പറ്റുന്ന കുറ്റമാണ് വീണ വിജയൻ നൽകിയിട്ടുള്ളത്.